തിരുപ്പിറവി ആഘോഷമാക്കി വടക്കൻ കേരളവും. ആരാധനാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുപ്പിറവി മലബാറിലും പ്രൗഢഗംഭീരമായാണ് ആഘോഷിക്കുന്നത്. എല്ലാ ആരാധനാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. വൈദികർ ക്രിസ്മസ് സന്ദേശങ്ങൾ വിശ്വാസികൾക്ക് നൽകി കഴിഞ്ഞു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഓരോ ആരാധനാലയങ്ങളിലും പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നതിനായി എത്തിയത്. ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് അതിരൂപതയ്ക്ക് കീഴിൽ ഉള്ള ദേവമാതാ കത്തീഡ്രലിലാണ്. അവിടെ പ്രത്യേകമായി തയ്യാറാക്കിയ പുൽക്കൂടിൻ്റെ കാഴ്ചകളൊക്കെയാണ് അതിമനോഹരമാണ്. ഇവിടെ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലാണ് ഈ ചടങ്ങുകൾക്കെല്ലാം കാർമ്മികത്വം വഹിക്കുകയും ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്തത്. അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറഞ്ഞത് ക്രിസ്മസ് എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്, വിശ്വാസികൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങളാണ്. അതായത് ക്രിസ്മസിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് വിശ്വാസമാണ്, മറ്റാഘോഷമാണ്. കേവലം ആഘോഷമായി മാറാതെ വിശ്വാസത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാകണം ക്രിസ്മസ് ദിനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇങ്ങനെ പള്ളികളിലൊക്കെ തന്നെ എത്തി പ്രാർത്ഥനയുടെയൊക്കെ ഭാഗമായിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഇത്തവണത്തെ ഒരു ആഘോഷമൊക്കെ ഇത്തവണ ഗംഭീരമാക്കാൻ തീരുമാനിച്ചു. കാരണം ചില്ലറ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പൂർവാധികം ഗംഭീരമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ ഒരു മതത്തിൻ്റെ ആഘോഷം എന്നതിനപ്പുറത്ത് ക്രിസ്മസ് ഒരു ജനകീയമായ ആഘോഷമാണ്. ഒരു നാഷണൽ ഫെസ്റ്റിവലിൻ്റെ സ്വഭാവത്തിലെ എല്ലായിടത്തും ആഘോഷം, എല്ലാവരും പുൽക്കൂടുണ്ടാക്കുന്നു, എല്ലാവരും പടക്കം പൊട്ടിക്കുന്നു, എല്ലാവരും കരോൾ ചെയ്യുന്നു. അപ്പം അത് കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജനകീയ കൂട്ടായ്മയുടെ മനുഷ്യർ ഒരുമിക്കുന്നതിൻ്റെ ഒരു മുഹൂർത്തമാണ്. നമുക്ക് അറിയേണ്ടതേ വീട്ടിലെ പ്രത്യേകമായി വിഭവങ്ങൾ എന്തൊക്കെയാണ് തയ്യാറാക്കി വെക്കുന്നതൊക്കെയാണ്. ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഒരുവിധം എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു പ്രത്യേക കൾച്ചറാണല്ലോ കേരളത്തില്. ബീഫ്, പോർക്ക്, പിന്നെ ചപ്പാത്തി, കപ്പ, മീൻകറി അതൊക്കെ തന്നെ. ക്രിസ്മസിന്റെ ആഘോഷം സന്തോഷമൊക്കെ എങ്ങനെ? ഉറക്കൊന്നും ഉണ്ടാവില്ല. ബീച്ചിലൊക്കെ പോകണം, പടക്കമൊക്കെ പൊട്ടണം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. മധുരതാങ്കൂറിലുള്ള ഒരു പ്രത്യേക ശൈലി, തേങ്ങ കൊത്തിയിട്ടുള്ള ബീഫ് കറി, ഇതൊക്കെ ആയിട്ട് നല്ല ഫുഡ്, നല്ല ഭക്ഷണം, സന്തോഷം, അങ്ങനെയാണ് പോവുക. പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒത്തുചേരൽ, യാത്ര പോക്കൊക്കെ തന്നെയാണ് ഇനി ബാക്കിയായി വിശ്വാസികൾ ഓരോരുത്തരും ഒരുക്കി വെച്ചിട്ടുള്ളത്. വേണുവിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.